ജൂലൈ 1954 ടോക്കിയോയിലെ ഹനീദ എയർപോർട്ട്. സമ്മർ ആയിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ് ട്രിപ്പുകളുടെയും ടൂറിസ്റ്റുകളുടെയും ഒക്കെ തിരക്കായിരുന്നു അന്ന്. ആ ഒരു സാധാരണ സമ്മറിനെ അസാധാരണമായി തീർക്കാൻ ഒരാളുടെ വരവോടുകൂടി സാധിച്ചു. ഏകദേശം 40-45 വരുന്ന പ്രായം, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ജെന്റിൽമാൻ. സംശയിക്കത്തക്ക പ്രത്യേക കാരണങ്ങളൊന്നും അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ സ്ഥലമൊഴികെ. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ടൗറഡ് എന്ന രാജ്യം. അവിടെ നിന്നാണ് ലോകം ഇന്നും ഓർത്തിരിക്കുന്ന ദുരൂഹ കഥയുടെ തുടക്കം. ദ മാൻ ഫ്രം ടൗറഡ്. കസ്റ്റംസ് ഓഫീസേഴ്സ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വേൾഡ് മാപ്പ് നീട്ടി. ടൗറഡ് എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. വളരെ കോൺഫിഡൻസോടുകൂടി അദ്ദേഹം വിരൽ ചൂണ്ടിയത് ഫ്രാൻസിനും സ്പെയിനിനും ഇടയ്ക്കാണ്. പിന്നീട് കണ്ട കാര്യം അദ്ദേഹത്തെ തന്നെ ഞെട്ടിച്ചു. ടൗറഡിന് പകരം ആൻറ്റോറ. താൻ വന്നിട്ടുള്ള രാജ്യം 1000ഓളം വർഷം പഴക്കമുള്ളതാണെന്നും ഒരുപാട് ഹിസ്റ്റോറിക് ഇവന്റ്സ് അവിടെ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത് ശരിവെക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ടൗറഡ്. പാസ്പോർട്ടിൽ പല രാജ്യത്തിന്റെയും ഒറിജിനൽ സ്റ്റാമ്പുകൾ, കൂടാതെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കറൻസി നോട്ടുകൾ വാലിഡ് ആയിട്ടുള്ളതായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് നേരത്തേക്ക് ആ ചോദ്യം ചെയ്യൽ തുടർന്നു. അയാൾ ഫ്ലുവൻ്റായി ഫ്രഞ്ചും ജാപ്പനീസും സംസാരിച്ചിരുന്നു. താൻ ജപ്പാനിലേക്ക് വന്നത് തന്റെ ഇന്റർനാഷണൽ കമ്പനി പ്രസന്റ് ചെയ്തുകൊണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ കമ്പനി പറഞ്ഞത് താങ്കളും ഇയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഭൂമിയിൽ പോലും ഇല്ലാത്ത ഒരു രാജ്യവുമായി താങ്കൾക്ക് എങ്ങനെ കണക്ഷൻ വരാനാണ് എന്നു കമ്പനിയുടെ മറുപടി. അപ്പോഴും അദ്ദേഹത്തിന്റെ പക്കൽ ഇതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലായി വന്നിട്ടുള്ള ലെറ്റർ ഹെഡ്സുകൾ അദ്ദേഹം ഓഫീസേഴ്സിന് മുമ്പിലേക്ക് നീട്ടി. ഇത്രയൊക്കെ ജെന്യൂനിറ്റി ഉണ്ടായിട്ടും അദ്ദേഹം വന്ന രാജ്യമാണ് പ്രശ്നം. അതെ, ഓഫീസേഴ്സിന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഒടുവിൽ അദ്ദേഹത്തെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് മാറ്റുവാൻ അവർ തീരുമാനിക്കുന്നു. കൂടാതെ 2 ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ അവിടെ കാവൽ നിർത്തുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസേഴ്സ് അദ്ദേഹത്തെ കാണാൻ മുറിയിലേക്ക് ചെല്ലുന്നു. വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട്. പുറത്തുനിന്ന് എത്ര വിളിച്ചിട്ടും അദ്ദേഹം വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ തീർച്ചയായും ഞെട്ടിച്ചു. മനുഷ്യനെ അവിടെ കാണാനില്ല. പോലും ഇല്ലാത്ത ആ ഹോട്ടലിൽ നിന്ന് അദ്ദേഹം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഡോക്യുമെന്റ്സും പാസ്പോർട്ടും അങ്ങനെ എല്ലാതും അപ്രത്യക്ഷമായിരിക്കുന്നു. ദ മാൻ ഫ്രം ടൗറഡ് ഹാഡ് സിംപ്ലി സീസ്ഡ് ടു എക്സിസ്റ്റ്. അക്കാലത്തെ പത്രങ്ങൾ, അതായത് ജപ്പാനിന് പുറത്തുള്ള പത്രങ്ങൾ ഹെഡ്ലൈൻ ചെയ്തത് ദ മിസ്റ്ററി ഓഫ് ദ മാൻ ഫ്രം നോവേർ. കാലം ഇത്രയും കഴിഞ്ഞിട്ടും ദ മാൻ ഫ്രം ടൗറഡ് എന്ന കഥയ്ക്ക് ഇന്നും ലോക പ്രശസ്തിയുണ്ട്. അദ്ദേഹം ആരായിരുന്നുവെന്നോ എന്തായിരുന്നുവെന്നോ ഇന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും അതറിയുവാനും സാധ്യതയില്ല. എന്നിരുന്നാലും ഇതേ ചുറ്റിപ്പറ്റിയുള്ള തിയറികളൊക്കെ വളരെ ഫാസിനേറ്റിംഗ് ആണ്. ആദ്യത്തെ തിയറി അവകാശപ്പെടുന്നത് ഇദ്ദേഹം ഒരു പാരലൽ യൂണിവേഴ്സ് ട്രാവലർ ആയിരുന്നിരിക്കാമെന്നാണ്. ഒരുപാട് പേര് വിശ്വസിക്കുന്നത് ഇയാൾ വന്നിരിക്കുന്നത് മറ്റൊരു പാരലൽ ഡിമെൻഷനിൽ നിന്നാണ്, മറ്റൊരു ഭൂമിയിൽ നിന്നാണ്. അവിടെ ആൻറ്റോറയ്ക്ക് പകരം ടൗറഡ് ആയിരുന്നിരിക്കാം. എന്തെങ്കിലും മെട്രിക്സ് ഗ്ലിച്ചിലൂടെ ഈ ഭൂമിയിലേക്ക് അദ്ദേഹം വന്നതായിരിക്കാമെന്നാണ്. രണ്ടാമത്തെ തിയറി തരുന്നത് കൂടുതലും ഒരു ഗ്രൗണ്ടഡ് എക്സ്പ്ലനേഷനാണ്. 1950കളിൽ, അതായത് കോൾഡ് വാറിന്റെ സമയത്ത് ജപ്പാനെ സ്പൈ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു സ്പൈ വർക്കർ ആയിരുന്നിരിക്കാം ഇദ്ദേഹം എന്നാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ആരും അറിയാതെ പോയത്. ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് മൂന്നാമത്തെ തിയറിയാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു കെട്ടുകഥയായിരുന്നിരിക്കാം. വളരെ കാലങ്ങളായി കൈമാറി വന്ന വെറുമൊരു കെട്ടുകഥ. ഈ തിയറി അവകാശപ്പെടുന്നത് ഈ ഇൻസിഡന്റിനെ പറ്റി ഹനീദ എയർപോർട്ട്സിന്റെ റെക്കോർഡ്സിൽ ആരും മെൻഷൻ ചെയ്തിട്ടില്ല. എന്ന് 1980കളിലാണ് ഹനീദ എയർപോർട്ടിൽ റെക്കോർഡിംഗ് വന്നത്. ഈ കഥ ഇന്നും മനുഷ്യർ ഓർത്തിരിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇതിനുള്ള ഉത്തരം ഇനി കിട്ടിയെന്ന് വരില്ല. അവിടെയും ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മൾ ശരിക്കും ഒറ്റയ്ക്കാണോ?